രാധേ രാധേ. ഒരിക്കലൊരു കൃഷ്ണഭക്തൻ എന്നോട് ചോദിച്ചു, സാർ ഇങ്ങനെ രാധാറാണിയെ കുറിച്ച് വീഡിയോ ഒക്കെ ഇറക്കുന്ന ആള്, ഭയങ്കര രാധാഭക്തൻ, സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭാഗവതത്തിൽ എന്തുകൊണ്ടാണ് രാധയുടെ പേര് പറയാത്തത്? ഭാഗവതത്തിൽ രാധയുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല, അതായത് ഭാഗവതത്തിൽ രാധയില്ല, എന്തുകൊണ്ട്? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വൃന്ദാവനം വിട്ട കൃഷ്ണൻ എന്തുകൊണ്ട് രാധയെ മറന്നു? അപ്പൊ അയാൾ പറഞ്ഞു, സാറെന്താ ഈ പറയുന്നത്? രാധയും കൃഷ്ണനും രണ്ടല്ല, ഒന്നാണ്. രാധ തന്നെയാണ് കൃഷ്ണൻ, കൃഷ്ണൻ തന്നെയാണ് രാധ. അവരെ രണ്ടായി കാണരുത് സാറേ, അത് പാപമാണ്. രാധയും കൃഷ്ണനും ടിൻ ഫ്ലെയിമാണ്. ഞാൻ പറഞ്ഞ അങ്ങനാണെങ്കിൽ പാപി നിങ്ങളാണ്. ഭാഗവതത്തിൽ രാധയുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങളാണ് പാപി. കാരണം നിങ്ങൾ കൃഷ്ണനെയും രാധയെയും രണ്ടായി കാണുന്നു. കൃഷ്ണനും രാധയും ഒന്നാണെങ്കിൽ പിന്നെ ഭാഗവതത്തിൽ രാധയുടെ പേര് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കൃഷ്ണൻ ഉള്ളിടത്തെല്ലാം രാധയുണ്ടല്ലോ. ബെർസാനയില് രാധാറാണിയുടെ പേര് മാത്രമേ പറയൂ, കൃഷ്ണന്റെ പേര് പറയാറില്ല. അതുകൊണ്ട് കൃഷ്ണൻ ഇല്ല എന്നാണോ അർത്ഥം? അപ്പൊ രാധയെ കൃഷ്ണൻ മറന്നതെന്തേ എന്ന ചോദ്യം ചോദിക്കുമ്പം മാത്രം രാധയും കൃഷ്ണനും ഒന്നാണ്, അവരെ നിങ്ങൾ രണ്ടായി കാണരുത്. എന്നിട്ട് അതേ വാഗൊണ്ട് തന്നെ ഭാഗവതത്തിൽ എന്താണ് രാധയുടെ പേരില്ലാത്തത്? അതായത് ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിന്റെ കാര്യം പറയുമ്പം നിങ്ങൾ പറയും രാധയുടെ പേര് എടുത്തു പറയണം, കൃഷ്ണനും രാധയും രണ്ടാണ്. രാധയെ മറന്നതെന്തേന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അവര് രണ്ടും ഒന്നാണ്. ഈ ഇരട്ടത്താപ്പ് ശരിയല്ല. കൃഷ്ണനും രാധയും ഒന്നാണ്, രണ്ടല്ല എങ്കിൽ ഭാഗവതത്തിൽ രാധയുടെ പേര് എടുത്തു പറയേണ്ട. ഭാഗവതൻ രാധാമയമാണ്. കൃഷ്ണനും രാധയും രണ്ടാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഭാഗവതത്തിൽ രാധയില്ല. അപ്പോൾ ഒരു വലിയ ചോദ്യം പറയും, കൃഷ്ണൻ രാധയെ മറന്നു എന്ന് പറയുന്നത് നിങ്ങൾ സമ്മതിക്കേണ്ടി വരില്ലേ? അത് സത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ ചെയ്തത് തെറ്റാണെന്ന് പറയേണ്ടി വരും. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതായത് വളരെ ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണനും രാധയും ഒന്നാണെങ്കിൽ ഭാഗവതത്തിൽ രാധയുടെ പേര് എടുത്തു പറയേണ്ട, ഭാഗവതം രാധാമയമാണ്. കൃഷ്ണനും രാധയും രണ്ടാണെങ്കിൽ ഭാഗവതത്തിൽ രാധ ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വൃന്ദാവനം വിട്ട കൃഷ്ണൻ രാധയെ മറന്നത് തെറ്റ് തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഇനി നിങ്ങൾ തീരുമാനിക്കൂ. രാധേ രാധേ.